സഹാബിമാര് നബി തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, ആ കത്തിജ്വലിക്കുന്ന തീജ്വാലയുള്ള നരകത്തിൽ നിന്ന് കാവല് തേടാൻ എന്തെങ്കിലും മാർഗമുണ്ട്? നബി തങ്ങൾ ഒന്നാമതായി പറയാ, സഹാബാ അക്സിറു, നിങ്ങൾ അധികരിപ്പിക്കണം, ദിക്ർ അധികരിപ്പിക്കണം. ഏത് ദിക്ർ? യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന ദിക്ർ നിങ്ങൾ അധികരിപ്പിക്കണമെന്ന് നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങളോട് പറയാ, എല്ലാ നിസ്കാരവും കഴിയുമ്പോ ആ തസ്ബീഹുമാരെ എടുത്തിട്ട് 100 തവണ, ഇനി 100 തവണ എന്നൊക്കെ പറ്റ ചൊല്ലാൻ സമയമില്ല, ആയിക്കോട്ടെ, ഒരു 33 തവണയെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ അയാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്ന ദിക്ർ നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങൾക്ക് അല്ലാഹു നരകം തരില്ല. നബിയന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, തീജ്വാലയുള്ള നരകത്തിൽ നിന്ന് ഞങ്ങളെ കാത്തിരക്ഷിക്കണേ റഹ്മാനേ. ഈമാനുള്ള മറന്നു നൽകണേ റഹ്മാൻ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ജിബ്രീൽ പോലും, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോലും നരകത്തിന് ഓർത്തുകൊണ്ട് കരയാ. ജിബ്രീൽ കരയാ. നബിതങ്ങൾ ചോദിക്കുന്നുണ്ട്, ജിബ്രീലേ, നിങ്ങൾ അള്ളാഹിനോട് അടുത്തവരല്ലേ ജിബ്രീലേ, നിങ്ങൾ എന്തിനാ കരയണേ? നിങ്ങൾക്ക് സ്വർഗ്ഗമല്ലേ? ആ സമയത്ത് ജിബ്രീൽ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, നബിയേ, ശൈത്താൻ ആരായിരുന്നു നബിയേ? ഇബ്ലീസ് ആരായിരുന്നു നബിയേ? നമ്മുടെ നേതാവല്ലായിരുന്നു നബിയേ? ഇബ്ലീസിന്റെ സ്ഥാനം ഇന്ന് നരകമല്ലേ നബിയേ എന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ കരയാ. അതാ നരകം എന്ന് പറയണേ. അല്ലാഹുവേ, തീജ്വാലയുള്ള നരകത്തിൽ നിന്ന് ഞങ്ങൾ നീ കാത്തിരക്ഷിക്കണേ റഹ്മാനേ. ഈമാനുള്ള മറന്നു നൽകണേ റഹ്മാനേ.